CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. അന്ത്യം ഇന്നുച്ചയ്ക്ക് 2:50 തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ. സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും. വിടവാങ്ങുന്നത് സൗമ്യമായ പെരുമാറ്റത്തിലൂടെ സഭയുടെയും പൊതുസമൂഹത്തിന്റെയും പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയടത്തുമന സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തി. ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസമാണ് കാലാവധി. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷം സെപ്റ്റംബർ 30 രാത്രി ചുമതലയേൽക്കും. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പാർട്ടിയും മുന്നണിയും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മുൻ MP കെ മുരളീധരൻ. മർദ്ദനത്തിനിരയായ VS സുജിത്തിനെ മുരളീധരൻ വീട്ടിലെത്തി സന്ദർശിച്ചു. സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ അതിരൂപത. മുഖപത്രികയായ കത്തോലിക്ക സഭയുടെ സെപ്റ്റംബർ ലക്കത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ MA ജോൺസൺ എഴുതിയ ലേഖനത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ടുകൊള്ളയിലൂടെ എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി അതിരൂക്ഷ വിമർശനം. RSS നടത്തിയ ഗൂഢതന്ത്രത്തിൽ മെത്രാൻമാർ വരെ വീണുപോയെന്നും ലേഖനം. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പൊന്നിയൂർ അകലാട് കല്ലിവളപ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് പോക്സോ കോടതി ജഡ്ജ് എസ്ലിഷ ജീവിതാവസാനം വരെ ശിക്ഷിച്ചത്. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ 4ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തു. ഭാരതരത്നം MS സുബുലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും 57 വർഷത്തെ സംഗീത ജീവിതയാത്രയെ ആസ്പദമാക്കി BK ഹരിനാരായണൻ രചിച്ച ശിവം ശുഭം എ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്ന ഇംഗ്ലീഷ് പതിപ്പാണ് പ്രകാശനം ചെയ്തത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ചു നൽകിയ UV പ്ലാന്റിന്റെയും വാട്ടർ വെസലിന്റെയും ഉദ്ഘാടനം നടന്നു. കുടിവെള്ള ലഭ്യതയ്ക്കായി 5000 കുടുംബങ്ങൾക്ക് സൗജന്യ ഗാർഹിക കണക്ഷൻ നൽകി ഗുരുവായൂർ നഗരസഭ. അമൃത് 2.0 നടപ്പിലാക്കി വരുന്ന കുടിവെള്ള വിതരണ മേഖലയിലെ പ്രധാന സെക്ടറിൽ 11.7 കോടി രൂപ വകയിരുത്തി 5000 കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു. അക്കിക്കാവ് കരിക്കാട് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കരിക്കാട് ചോല സ്വദേശി പണിക്ക വീട്ടിൽ 40 വയസ്സുള്ള അലിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകലാട് മൂന്നൈനിയിൽ മുക്കുപണ്ടം പണയം വെച്ച് 5.5 ലക്ഷം രൂപ തട്ടിയ കേസിൽ 6 പേർ പിടിയിൽ. സ്വകാര്യ പണ്ടം പണയ സ്ഥാപനത്തിൽ നിന്നാണ് സംഘം വിവിധ ദിവസങ്ങളിലായി പണം തട്ടിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പൊന്നിയൂർക്കുളം ആൽത്തറയിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന കുപ്രസിദ്ധ ഗുണ്ട ജുബൈർ ഉൾപ്പെടെ 2 പേർ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിൽ. ജുബൈറിനു പുറമെ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷിനെയുമാണ് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് ട്രോളി വിതരണം ചെയ്തു. പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ച ഭക്ഷണ മെനു പ്രകാരം വിദ്യാർത്ഥികൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നതിനു വേണ്ടി ചൂണ്ടൽ പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് മിക്സികൾ വിതരണം ചെയ്തു. കടങ്ങോട് GLP സ്കൂളിലെ ശാസ്ത്രമേളയും കലോത്സവവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം തുടങ്ങി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.